കരിപ്പൂരിൽ നിന്നും പോലീസ് പിടികൂടുന്ന സ്വർണം ഉണ്ണി എന്ന ഉണ്ണികൃഷ്ണനെ ഉപയോഗിച്ച് ഉരുക്കുമ്പോൾ 260-ലേറെ ഗ്രാമിൻ്റെ കുറവ് വരുന്നു എന്നുള്ളത് ആദ്യമായി ആരോപിച്ചത് പൊതുപ്രവർത്തകനായ KM ബഷീറാണ്. അതിനുശേഷമാണ് PV അൻവർ അടക്കമുള്ള ആളുകൾ ആ ആരോപണം ഏറ്റെടുക്കുന്നത്. ഏതായാലും KM ബഷീർ നമുക്കൊപ്പം ചേർന്നു. എങ്ങനെയാണ് ഈ ഒരു ആരോപണത്തിലേക്ക് എത്തുന്നത്? കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്ത് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് എയർപോർട്ടിൻ്റെ കമ്പൗണ്ടിനുള്ളിൽ വെച്ച് പോലീസ് പിടിക്കുന്നത്. പോലീസിന് അതിൽ നേരിട്ട് ഇടപെടാൻ നിയമപ്രകാരം പാടില്ല. കാരണം കസ്റ്റംസാണ് പോലീസ് പിടിച്ചാൽ അത് കസ്റ്റംസിന് കൈമാറണം. പക്ഷേ ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് സുജിത് ദാസ് കുണ്ടോട്ടിയിലുള്ള ഉണ്ണിയെ കൊണ്ട് ഉരുക്കിക്കുന്നു. ആ പൊന്ന് ഉരുക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഉരുക്കിയ സ്വർണം 1 കിലോ ആണ് പിടിച്ചതെങ്കിൽ അത് ഉരുക്കി കോടതിയിലേക്ക് കെട്ടിവെക്കുമ്പോൾ അവർ കസ്റ്റംസിനെ ഏൽപ്പിക്കാതെ കോടതിയിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടെക്നിക്കലൊന്ന് നമുക്ക് പരിശോധിക്കാം. 280ഓളം ഗ്രാമുകൾ കുറയുന്നു എന്നാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ഒരു നെക്സസാണ്. കസ്റ്റംസിലുള്ള പ്രവീൺ കുമാർ എന്ന സൂപ്രണ്ട് സുജിത് ദാസിൻ്റെ ഈ നെക്സസിൻ്റെ ഒരു ഭാഗമാണ്. കാരണം സുജിത് ദാസ് IPS നേടുന്നതിന് മുമ്പ് കസ്റ്റംസിലുണ്ടായിരുന്നു. അന്നത്തെ സന്തത സഹചാരിയാണ് പ്രവീൺ കുമാർ. പിന്നെ അനീഷ് എന്ന ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട്. അവൻ ഈ നെക്സസിൻ്റെ ഭാഗമാണ്. അന്ന് കരിപ്പൂരിൽ SHO ആയിരുന്ന ഷിബു ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ട് പോലും ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വരെ പത്തനംതിട്ടയിൽ SHO ആയിരുന്ന സുജിത് ദാസ് ഈ ഷിബുവിനെ എന്ന DYSPയെ കുണ്ടോട്ടിയിൽ അവരോധിച്ചു. അതെന്തിനാണ്? ഇപ്പോഴും ഏതാണ്ട് ദിവസം മുമ്പ് വരെ കരിപ്പൂരിൽ നടന്ന സ്വർണ്ണക്കടത്ത് പത്തനംതിട്ടയിൽ ഇരുന്നു കൊണ്ട് സുജിത് ദാസ് ആയിരുന്നു കൺട്രോൾ ചെയ്തത്. ഷിബു, കുണ്ടോട്ടി DYSP ഷിബുവിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഷിബുവിനും ഇതിന് പങ്കുണ്ട്. ഷിബുവായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സ്വർണം സുജിത് ദാസിൻ്റെ സന്ദേശമനുസരിച്ച് പിടിച്ചത്. അപ്പോൾ ഇതിന് ഇപ്പോൾ കസ്റ്റംസിൽ നിന്ന് തന്നെ സ്കാനിങ്ങിൽ കാണുമ്പോൾ സുജിത് ദാസിന് മെസ്സേജ് കൊടുക്കും പ്രവീൺ കുമാർ. പിന്നെ ദുബായിൽ ABC ഗ്രൂപ്പുകളുണ്ട് കള്ളക്കടത്തിൻ്റെ. അതിൽ B വിഭാഗത്തിൻ്റേതായിരുന്നു മുമ്പ് സ്വർണം പിടിച്ചു ഒരു 5 പേർ മരിക്കാനിടയായ സംഭവം. ബൊലേറോ ഇടിച്ചു 5 പേർ മരിച്ച സംഭവം രാമനാട്ടുകരയിൽ. ആ കേസിലെ ചില പ്രതികൾ ഇപ്പോഴും UAE-യിലുണ്ട്. അപ്പോൾ അവരുമായി സുജിത് ദാസ് ടൈപ്പായി ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാം, ഇൻഫർമേഷൻ തരാം. അപ്പോൾ അവരെന്ത് പണിയെടുത്തു? എതിർവിഭാഗം, അതായത് മറ്റ് ഗ്രൂപ്പ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വിവരങ്ങൾ അവരാണ് സുജിത് ദാസിന് കൈമാറുന്നത്. പിന്നെ പ്രവീണും, കസ്റ്റംസിലെ പ്രവീണും. ഇതൊരു വലിയ നെക്സസാണ്. ഒരുപാട് കോടികളുടെ സ്വർണം സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചിട്ടുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൻ്റെ മുറ്റത്ത് വെച്ച് പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ചതിൽ വലിയൊരു ഭാഗം പലരുടെയും പോക്കറ്റിൽ പോയിട്ടുണ്ട്. ഇത് ഇപ്പോൾ അന്വേഷിക്കുന്നത് മാനേജറുകളുടെ പ്രിവെൻറ്റീവ് യൂണിറ്റാണ്. അവർ അന്വേഷിച്ചാൽ ഒരിക്കലും ഇത് എവിടെയും എത്തൂല. CBI നേരിട്ട് അന്വേഷിക്കണം. അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പോൾ നേരത്തെ കേസിലുണ്ടായിരുന്ന കുറേ ആളുകൾ ഗൾഫിലുണ്ട്. അവരിൽ നിന്ന് വിവരം ലഭിക്കുന്നു. ഇത് കസ്റ്റംസിൽ വഴി, അതായത് പ്രവീൺ കുമാർ വഴി സുജിത് ദാസിലേക്ക് എത്തുന്നു. അവിടെ അനീഷും അതോടൊപ്പം തന്നെ ഷിബു അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥർ കൂടി സഹകരിച്ചുകൊണ്ട് ഒരു നെക്സസായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് പിടിക്കുക, അത് പൊട്ടിക്കുന്ന ഏർപ്പാട് നടക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഷിബു ആയിരുന്നു കരിപ്പൂരിലെ SHO. അനീഷ് സ്പെഷ്യൽ ബ്രാഞ്ച്, അതായത് സുജിത് ദാസിന് വേണ്ടി ഇതിന് നേതൃത്വം നൽകുന്ന ആളായിരുന്നു അന്നത്തെ SHO ആയിരുന്ന ഷിബു. ഇപ്പോൾ അദ്ദേഹം ഇവിടുന്ന് സ്ഥലം മാറിപ്പോയിട്ടും വീണ്ടും കുണ്ടോട്ടിയിൽ DYSP ആയി സുജിത് ദാസ് ഇടപെട്ടാണ് നിയമിച്ചത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് വരെ കരിപ്പൂരിൽ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സുജിത് ദാസിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പക്ഷേ അത് സുജിത് ദാസ് സ്വർണം പിടിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിനെ ഏൽപ്പിക്കണം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എയർപോർട്ട് പരിസരത്ത് നിന്ന് പിടിക്കുന്ന സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിക്കാതെ കുണ്ടോട്ടിയിലെ ഉണ്ണി, ഒരു സാധാരണ തട്ടാനായിരുന്ന ഉണ്ണി, ഇന്ന് കോടിപതിയാണ്, ഒരുപാട് ബിൽഡിങ്ങും മറ്റ് ആസ്തികളുമുള്ള ഉണ്ണിയെ കൊണ്ട് ഉരുക്കി വെച്ച് നേരെ കോടതിയിൽ ഹാജരാക്കുന്നത് എന്തിനാണ്? കസ്റ്റംസിനെ ഏൽപ്പിക്കാതെ കോടതിയിൽ ഹാജരാക്കുന്നത് എന്തിനാണ്? 1 കിലോ ഒരു കള്ളക്കടത്തുകാരനിൽ നിന്നും സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും 1 കിലോ പിടിക്കുമ്പോൾ അത് ഉണ്ണിയുടെ കൈകൊണ്ട് ഉരുക്കി അത് കോടതിയിൽ ഏൽപ്പിക്കുമ്പോൾ 650, കാരണം 650 ഗ്രാം. അപ്പോൾ അതിൻ്റെ കണക്കാക്കി ഇത്ര പവൻ സ്വർണം പിടിച്ചു, ഇത്ര കോടിയുടെ സ്വർണം പിടിച്ചു എന്ന് വാർത്ത സൃഷ്ടിക്കും. എല്ലാവരുടെ മുമ്പിലും സുജിത് ദാസ് ഒരു വലിയ ഒരു ഓഫീസറായിട്ട് മാറുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. പക്ഷേ അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളുടെ കഥ ഇങ്ങനെ ഒരുപാട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ, അതായത് 2020 മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള ആ റോഡിലുണ്ടായിരുന്ന കടകൾ രാത്രി 10 മണിയോടുകൂടി അടപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് താങ്കൾ വിവരാവകാശ നിയമപ്രകാരമൊക്കെ അതിൻ്റെ രേഖകൾ പരിശോധിക്കുകയും തേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? 2021 വരെ 2 വർഷക്കാലം ഇദ്ദേഹം രാത്രി 10 മണിക്ക് ശേഷം നൂറുകണക്കിന് വ്യാപാര സമുച്ചയങ്ങൾ രാത്രി 10 മണിക്ക് ശേഷം അടച്ചിടണമെന്ന നിയമം കൊണ്ടുവന്നു. ആ നിയമം തീർച്ചയായും നിയമവിരുദ്ധമാണ്. പോലീസ് ആക്ടിലില്ല.
സർക്കാർ ഓർഡിനൻസ് അങ്ങനെ ഇറക്കിയിട്ടില്ല കരിപ്പൂരിലെ ഷോപ്പുകൾ പൂട്ടിയിടാൻ. കൊറോണയ്ക്ക് ശേഷം എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കാനാണ് ഉത്തരവ്. അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും ബോംബാക്രമണമോ എന്തെങ്കിലും ലഹളകളൊക്കെ നടന്നാൽ 147 അനുസരിച്ച് നിശ്ചിത സമയം 2-3 ദിവസം മാത്രമേ അങ്ങനെ അടച്ചിടാൻ പാടുള്ളൂ. ഇത് 2 വർഷക്കാലത്തോളം രാത്രി 10 മണിക്ക് ശേഷം കടകൾ പൂട്ടിയിടുന്ന ഒരു ഏകാധിപത്യ നിയമം ഈ സുജിത് ദാസ് കൊണ്ടുവന്നു. അതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നു, ജനപ്രതിനിധികൾ ഇടപെട്ടു, MP-മാരൊക്കെ നിരന്തരം അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും അദ്ദേഹം അനുവദിച്ചില്ല. പക്ഷേ ഞാനൊരു 20 ചോദ്യം വെച്ചുകൊണ്ട് വിവരാവകാശം നൽകി, 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അടിച്ച് വിവരാവകാശം നൽകി. ഇത് ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ കരിപ്പൂർ എയർപോർട്ട് റോഡിൽ ഷോപ്പ് അടച്ചു ഇടുന്നത്? അതുപോലെ ഈ പോലീസ് ആക്ടിൽ അങ്ങനെ നിയമമുണ്ടോ? സർക്കാർ ഓർഡിനൻസ് ഉണ്ട്. അതിനെല്ലാത്തിനും ഇല്ല ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സുജിത് ദാസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുജിത് ദാസ് കള്ളനാണ് എന്ന് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. കള്ളന്മാരെയും കൊള്ളക്കാരെയും മയക്കുമരുന്ന് സംഘത്തെയും പിടികൂടേണ്ട ഒരു SP പോലീസ് യൂണിഫോമിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരു കള്ളൻ യൂണിഫോം ഇടാൻ അർഹതയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അത് രേഖകളെല്ലാം എൻ്റെ കൈവശമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ADGP ആയിരുന്ന MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ പങ്കുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ? ADGPയെ കുറിച്ച് എനിക്ക് യാതൊരുവിധ വിവരങ്ങളുമില്ല. ADGPക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നുള്ള യാതൊരു അറിവില്ല. പക്ഷേ സുജിത് ദാസ് നേരിട്ട് ഇതിൽ പങ്കുണ്ട്. സുജിത് ദാസിനെ കംപ്ലീറ്റ് അരിച്ചു പിറക്കി ഒരു അന്വേഷണം നടത്തി CBI നേരിട്ട് അന്വേഷിച്ചാൽ സുജിത് ദാസ് നടത്തിയ കോടികളുടെ ഇടപാടുകൾ പുറത്തു വരും. ഇപ്പോൾ സുജിത് ദാസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത് മാനാഞ്ചിറയിലുള്ള പ്രിവൻറ്റീവ് യൂണിറ്റാണ്. അതായത് ഈ നെക്സസിൽപ്പെട്ട ഇവരുമായി ഒരു ബന്ധങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൊച്ചിയിലെ പ്രിവൻറ്റീവ് കസ്റ്റംസ് കമ്മീഷണർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തണം, അല്ലെങ്കിൽ CBI ഏറ്റെടുക്കണം തീർച്ചയായും. അല്ലെങ്കിൽ അന്വേഷണം മുങ്ങിപ്പോവും. ഇതുമായി കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് നടത്തിയ എല്ലാ ഇടപാടുകളും മുങ്ങിപ്പോവും. അന്വേഷണ ഏജൻസി നിർബന്ധമായി മാറണം. കോഴിക്കോട് മാനാഞ്ചിറയിലെ പ്രിവൻറ്റീവ് യൂണിറ്റ് കരിപ്പൂരിലെ സുജിത് ദാസിനും കസ്റ്റംസിനും തമ്മിലുള്ള ഇടപാടുകൾ, സ്വർണ്ണക്കടത്തിൻ്റെ ഇടപാടുകൾ അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് സുജിത് ദാസിനെ അടക്കം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടെ പ്രിവൻറ്റീവ് വിഭാഗം ഈ കേസ് അന്വേഷിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, കൊച്ചിയിലെ യൂണിറ്റ് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതായാലും കോഴിക്കോട് നിന്നും വിനീഷ് ഒളവണിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.